ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സഭയുടെ മാതാവ് എന്ന വിഷയത്തെക്കുറിച്ച് രണ്ട് വാക്കുകളെ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ കാലത്ത് പോൾ ആറാമൻ മാർപ്പാപ്പയാണ് സഭയുടെ മാതാവ് എന്ന പദവി ഔദ്യോഗികമായി നൽകിയത്. ഈ പദവി മറിയത്തിൻ്റെ സഭയുമായുള്ള ബന്ധത്തെ ഊന്നി പറയുന്നു. എല്ലാ ക്രിസ്ത്യാനികളുടെയും ആത്മീയ മാതാവായി മറിയത്തെ അംഗീകരിക്കുന്നു. ക്രിസ്തുവിൻ്റെ അമ്മ എന്ന നിലയിൽ ക്രിസ്തുവിൻ്റെ ശരീരമായി കണക്കാക്കപ്പെടുന്ന സഭയുമായി അമ്മ അടുത്ത് ബന്ധപ്പെട്ടിരിക്കുന്നു. മറിയത്തിൻ്റെ മാതൃപരിചരണവും മധ്യസ്ഥതയും സഭയിലെ എല്ലാ അംഗങ്ങളിലേക്കും വ്യാപരിക്കുന്നു. അവരെ വിശ്വാസത്തിലേക്ക് നയിക്കുകയും അമ്മയുടെ പ്രാർത്ഥനയിലൂടെ അവരെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. തൻ്റെ പുത്രനെ അവരുടെ ഭൗമിക ജീവിതകാലത്ത് പരിപോഷിപ്പിച്ചതുപോലെ രക്ഷയിലേക്കുള്ള യാത്രയിൽ പരിപോഷിപ്പിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്തതിനാൽ സഭയുടെ ജീവിതത്തിൽ മറിയത്തിൻ്റെ പങ്ക് എടുത്തു കാണിക്കുന്നു. യേശുവിനെ പരിചരിച്ചതുപോലെ എല്ലാ ക്രിസ്ത്യാനികളെയും കരുതുന്നതിനാൽ യേശുവിൻ്റെ അമ്മയായ മറിയത്തിന് സഭയുടെ മാതാവ് എന്ന പദവി നൽകി. ഇതിനർത്ഥം ആത്മീയമായ രീതിയിൽ യേശുവിനെ വിശ്വസിക്കുന്ന എല്ലാവരെയും അവരുടെ വിശ്വാസത്തിൽ വളരുവാൻ നമ്മെ സഹായിക്കുന്നു. ഏവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ ദൈവത്തോട് അടുക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന സ്നേഹത്തിൻ്റെയായ അമ്മയായിട്ടാണ് സഭ മറിയത്തെ കാണുന്നത്. എല്ലാ ക്രിസ്ത്യാനികളുടെയും ജീവിതത്തിൽ അമ്മയ്ക്ക് ഒരു പങ്കുണ്ടെന്ന് നമുക്കറിയാമല്ലോ. ഒരമ്മയ്ക്ക് ഒരു കുടുംബത്തിലൊരു പങ്കുണ്ട്. ഒരമ്മ തൻ്റെ മക്കൾക്ക് മാർഗനിർദ്ദേശവും സ്നേഹവും നൽകുന്ന പോലെ എല്ലാ വിശ്വാസികൾക്കും അമ്മയുടെ മാതൃപരിചരണം വാഗ്ദാനം ചെയ്യും. അവരുടെ ആത്മീയ യാത്രയിൽ സഞ്ചരിക്കാൻ അവരെ സഹായിക്കും. മറിയത്തിൻ്റെ പങ്ക് ചരിത്രപരം മാത്രമല്ല, ആഴത്തിലുള്ള ആത്മീയവുമാണ്. മറിയം സഭയെ സ്വാധീനിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നത് എങ്ങനെയെന്ന് നമുക്ക് ഏവർക്കും അറിയാം. ആശ്വാസത്തിൻ്റെ മാർഗനിർദ്ദേശത്തിൻ്റെ ഉറവിട എന്നതിലുപരി മറിയത്തിൻ്റെ സഭയുടെ മാതാവ് എന്ന പദവി യേശുവിനോടും ക്രിസ്ത്യൻ സമൂഹമായുള്ള പ്രത്യേക ബന്ധത്തെ എടുത്തുകാണും. വിശ്വസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ദൈവത്തോട് കൂടുതൽ അവരെ അടുപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന ശക്തയായ മധ്യസ്ഥയായ അമ്മയെ അംഗീകരിക്കുന്നതിലൂടെ ഈ ബന്ധം ബഹുമാനിക്കപ്പെടുന്നു. അമ്മയുടെ വിശ്വാസത്തിൻ്റെയും ഭക്തിയുടെയും മാതൃക ക്രിസ്ത്യാനികളെ അവരുടെ സ്വന്തം വിശ്വാസം കൂടുതൽ പൂർണ്ണമായി ജീവിക്കാൻ സഹായിക്കുന്നു. സ്നേഹവും അനുകമ്പയും പ്രചരിപ്പിക്കാനുള്ള സഭയുടെ ദൗത്യത്തിൽ അമ്മയെ ഒരു പ്രധാന വ്യക്തിയാക്കുന്നു. അമ്മയുടെ ഈ ഓർമ്മപ്പെരുന്നാൾ ആഘോഷിക്കുന്ന വേളയിൽ നമ്മുടെ ഓരോ നിയോഗങ്ങളും അപേക്ഷകളും മാതാവിനോട് ചേർത്ത് വെച്ച് തൻ്റെ പുത്രനോട് നമുക്ക് വേണ്ടി മാസത്തിൽ വഹിക്കണമേ നമുക്ക് ഓരോരുത്തർക്കും അപേക്ഷിക്കാം. നിങ്ങളുടെ സമർത്ഥമായ അമ്മയെ